ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 400-ലേറെ മിസൈലുകൾ ഇറാൻ തൊടുത്തതിന് പിന്നാലെ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്ന് എംബസി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യ കലാപകലുഷിതമാണ്. മിസൈൽ ആക്രമണത്തിൽ ഇറാനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് ഇസ്രായേൽ നീക്കം. ഹമാസ്, ഹിസ്ബുല്ല നേതാക്കൾക്കെതിരായ ആക്രമണത്തിലുള്ള ഇറാൻ പ്രതികാരം ലക്ഷ്യം വെച്ചത് ഇസ്രായേൽ സൈനിക പോസ്റ്റുകളായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേലും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനുമാണെന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു. ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ്. വിസ്തീർണം കൊണ്ട് 18ാം സ്ഥാനമാണ് ഇറാനുള്ളത്. 1.7 ലക്ഷം സേനാംഗങ്ങളാണ് ഇസ്രായേലിനുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4.65 ലക്ഷം റിസർവ് സൈനികരും 35,000-ഓളം പാരാമിലിറ്ററി സേനാംഗങ്ങളും ഇസ്രായേലിനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇറാന് 6.1 ലക്ഷം സൈനികരും 3.5 ലക്ഷം റിസർവ് സൈനികരും 2.2 ലക്ഷം പാരാമിലിറ്ററി സൈനികരുമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വ്യോമക്കരുത്ത് നോക്കിയാൽ ഇസ്രായേലിന് 612 വിമാനങ്ങളും ഇതിൽ 345 ഫൈറ്റർ ജെറ്റുകളും 43 അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാന് 551 വിമാനങ്ങളാണുള്ളത്. 312 ഫൈറ്റർ വിമാനങ്ങളും 5ഓളം അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇറാനുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗ്രൗണ്ട് ഫോഴ്സുകളുടെ കണക്കെടുത്താൽ 10,000 ടാങ്കുകളാണ് ഇറാനുള്ളത്. ഇസ്രായേലിന് 400 ടാങ്കുകളാണുള്ളതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് 7,000 ആർട്ടിലറി ഗണ്ണുള്ളപ്പോൾ ഇസ്രായേലിന് അത് 530 ആണ്. വ്യോമസേനയിലെ പോലെ തന്നെ ഇസ്രായേലിന് ഗ്രൗണ്ട് ഫോഴ്സ് യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ സാങ്കേതികമായി മേൽക്കൈയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നാവികക്കരുത്തിൽ ഇസ്രായേലിന്റെ നേവി ഇറാന്റേതിനേക്കാൾ ചെറുതാണ്. 17 അന്തർവാഹിനികൾ, 68 പെട്രോൾ വെസൽ, യുദ്ധക്കപ്പലുകൾ എന്നിവ ഇറാനുണ്ട്. എന്നാൽ തങ്ങളുടെ മുഖമുദ്രയായ സാങ്കേതിക വൈദഗ്ധ്യം നേവിയിലും കൊണ്ടുവരാൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട്. മിസൈൽ കരുത്തിൽ ഇറാൻ മുന്നിലാണ്. മേഖലയിൽ ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകളുള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഫത്താഹ് എന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാന് പക്കലുണ്ട്. ഇസ്രായേൽ എവിടെയും ആക്രമണം നടത്താൻ അനുവദിക്കുന്ന റേഞ്ചുള്ള ഖൈബർ ബസ്റ്റർ മിസൈൽ ഇറാൻ ഇടയ്ക്ക് പുറത്തിറക്കിയിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം 1000 കിലോമീറ്ററാണ്. എന്നാൽ ഇസ്രായേലിന്റെ കൈവശവും വളരെ അപകടകരവും സാങ്കേതിക കൃത്യതയും ഒത്തുചേർന്ന ലോങ് റേഞ്ച് മിസൈലുകൾ ഉണ്ടെന്നും മാധ്യമങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യ അശാന്തമായിരിക്കെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത് 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഗാസ, ലെബനൻ ആക്രമണത്തിലും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിലും പ്രതികാരം വീട്ടാനാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത ഇറാൻ, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെയാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തത്. ഇവയിൽ ഭൂരിഭാഗവും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ 2, ആരോ 3 തുടങ്ങിയവ ഉപയോഗിച്ച് ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കി. ആക്രമണത്തിൽ ആളപായം തടയാനും ഇസ്രായേലിന് സാധിച്ചിരുന്നു.